മോളെ മോനെ, നിന്റെ ചങ്കുപിടയെന്നൊരു ദൈവം ഈ അൾത്താരയിലുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്നൊരു കർത്താവ് ഈ അൾത്താരയിലുണ്ട്. അതുകൊണ്ട് ഈശോ പറയുന്നത്, നീ കരയരുതെന്ന്. നിന്റെ ദുഃഖത്തിന്റെ വിലാപത്തിന്റെ വസ്ത്രം അഴിച്ചു മാറ്റാൻ ഈശോ പറഞ്ഞില്ലേ? നിന്റെ നിരാശയുടെ, ആകുലതകളുടെ, അഹങ്കാരത്തിന്റെ, അശുദ്ധിയുടെ ഒക്കെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റാനല്ലേ ഈശോ പറഞ്ഞത്? നിന്റെ മനസ്സ് പിടയുന്നതും ജീവിതം ഭാരപ്പെടുന്നതും നൊമ്പരപ്പെടുന്നതും നീ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞതൊക്കെ നിന്റെ കർത്താവ് കണ്ടിട്ടുണ്ട്. എന്തെല്ലാം പ്രശ്നങ്ങളാ മോളെ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്തെല്ലാം സങ്കടങ്ങളാ മോനെ നിന്റെ ജീവിതത്തെ അലട്ടുന്നത്. അല്ലാതെ കണ്ട് ഭാരം അനുഭവിക്കുന്നില്ലേ? ഇതാ ഈശോ പറയുന്നത് കേൾക്ക്. ഇതാ യേശുവിന്റെ സ്നേഹമാണ്, യേശുവിന്റെ സാന്നിധ്യമാണ് നിന്നിലേക്ക് ഇറങ്ങി വരുന്നത്. ആ മഹത്വമാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് സൗഖ്യമായിട്ട് ഇതാ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകം മക്കളിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. വിശ്വാസത്തിൽ ഈശോയെ എൻ്റെ മനസ്സിന് സൗഖ്യം തരാൻ പറ, എൻ്റെ ആത്മാവിന് സൗഖ്യം തരാൻ പറ, എൻ്റെ ശരീരത്തിന് വേണ്ട സൗഖ്യം തരാൻ പറ. ദൈവമേ, നിന്റെ മഹത്വം എന്നിലേക്ക് ഇറങ്ങി വരട്ടെ. ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടി ഈശോയെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കരങ്ങൾ രണ്ടും ആറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വളരെ ശാന്തമായി നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ മനസ്സ്, ചിന്തകളെല്ലാം ഈശോയിലേക്കൊന്ന് ചേർത്ത് വെച്ച് തമ്പുരാനോട് നിങ്ങളുടെ വേദനകളൊക്കെ ഒന്ന് പറഞ്ഞേ. മോളെ മോനെ, നിന്നെ അലട്ടുന്ന വിഷയം എന്തൊക്കെ ഈശോയോട് പറ. ജോലിയില്ലാത്തതിൻ്റെ വേദന നിനക്കുണ്ടോ? തമ്പുരാനോട് പറ, തമ്പുരാൻ, എനിക്ക് ഈ ഭാരം എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ സമപ്രായക്കാർക്കൊക്കെ നല്ല ജോലിയും ജീവിതമൊക്കെ അതുപോലെ സെറ്റിലായി, എൻ്റെ ജീവിതം മാത്രമൊന്നും ആയില്ല. മറ്റുള്ളവരുടെ വാക്കുകൾ, കുത്തുവാക്കുകൾ, പരിഹാസ വാക്കുകളൊക്കെ ഒത്തിരി എന്നെ ഭാരപ്പെടുത്തുന്നുണ്ട്. ഒന്ന് പുറത്തിറങ്ങി നടക്കാൻ പോലും എനിക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ. വിവാഹപ്രായമായിട്ടും വിവാഹം നടക്കാത്തതിൻ്റെ നൊമ്പരമുണ്ടോ? ഈശോയെ, മക്കളെ നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ദമ്പതിമാര് രക്ഷീകൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. മോളെ, നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ അറിയുന്ന ഒരു ദൈവം ഈ അൾത്താരയിലുണ്ട്. നിന്നെ അനുഗ്രഹിക്കാൻ കഴിവുള്ളൊരു ദൈവം ഈ അൾത്താരയിലുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ, സാമ്പത്തിക വരുമാന മാർഗങ്ങളൊക്കെ അടഞ്ഞുപോയൊരു ഇതിനകത്തുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുടെ നടുവിലായിരിക്കുന്ന ചില ജീവിതങ്ങളുണ്ട്. തമ്പുരാനെ, യാതൊരു വിധത്തിലും അടച്ചു വീട്ടാൻ പറ്റാത്തത്ര ബാധ്യതകളുടെ നടുവിലായിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. കുടുംബ ബന്ധങ്ങൾ ഒക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ചില അവസ്ഥകൾ, കുടുംബത്തിൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം പേറുന്നവരുണ്ടാകാം. മോളെ, നിന്റെ അവസ്ഥകൾ ഈശോയോട് പറ. മോനെ, നിന്റെ അവസ്ഥകൾ പറ. നിന്നെ ആരും മനസ്സിലാക്കുന്നില്ലേ? നിന്നെ ആരും സ്നേഹിക്കാനില്ലേ? എല്ലാവരും നിന്നെ ഉപേക്ഷിച്ച ജീവിതത്തിന്റെ അനുഭവത്തിലൂടെയാണോ നീ കടന്നു പോകുന്നത്? എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ല എന്ന് തോന്നുന്ന ചില ജീവിതത്തിന്റെ അനുഭവങ്ങളല്ലേ നീ മനസ്സിൽ കൊണ്ടു നടക്കുന്നത്? എന്തേ എൻ്റെ ജീവിതം ഇങ്ങനെയായി? എന്തേ എൻ്റെ കുടുംബം ഇങ്ങനെയായി? എൻ്റെ ഭർത്താവ് ഇങ്ങനെ, മക്കൾ ഇങ്ങനെ എന്നൊക്കെ രക്ഷ നീ ഉള്ളുകൊണ്ട് ഈ നിമിഷം ചോദിക്കുന്നുണ്ടാകാം. മോനെ, നിന്റെ കർത്താവിൽ നിനക്ക് പ്രതീക്ഷയുണ്ട്. ഈശോയിൽ നിനക്ക് പ്രത്യാശിക്കാൻ വകുപ്പുണ്ട്. കാരണം ഇത് കർത്താവിൻ്റെ സ്നേഹമാണ്. സകല പ്രതീക്ഷകളും അസ്തമിക്കുമ്പോഴും അസ്തമിക്കാത്ത, അവസാനിക്കാത്ത ദൈവത്തിൻ്റെ സ്നേഹം ഇത് ഈ അൾത്താരയിലുണ്ട്. ഈശോയെ, ഈ മക്കളിതാ അവരുടെ ഹൃദയം തുറക്കുന്ന സമയമാണ്. അവരുടെ വേദനകൾ പങ്കുവെക്കുന്ന സമയമാണ്. നീ കാണണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഇവിടെ വേദനകളെ കേൾക്കണമേ എന്ന് ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറങ്ങി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾ ഈശോയെ, നീ ഇപ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം ചെയ്യണമേ, ഉത്തരം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? ഈശോയെ, കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കർത്താവേ, നീറ
നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? സ്നേഹിതർ പോലും ഇന്നെന്നെ പിരിയുമ്പോൾ സ്നേഹിതനായി നീ വരുമോ? മാറാത്ത സ്നേഹിതനാണു നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ? മാറാത്ത സ്നേഹിതനാണു നീ എന്നതിൽ വിശ്വസിക്കാൻ കൃപ തരുമോ? കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാ വരുമോ? കാരുണ്യരൂപാ വരുമോ? ഈ നിമിഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 27-ാമത്തെ തിരുവചനം, അവിടുന്ന് എന്നെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. ആകാശത്തിലും ഭൂമിയിലും അവിടുന്ന് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷിച്ചത്. അവിടുന്നാണ് ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിൽ നിന്നും അല്ലെങ്കിൽ പിടിയിൽ നിന്നും രക്ഷിച്ചത്. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യുന്നു. മോനെ വിശ്വസിക്കാം, കർത്താവ് നമ്മളെ ഈ നിമിഷങ്ങളിലൊക്കെ വീണ്ടെടുത്ത നിമിഷങ്ങളായിരുന്നു. കർത്താവിൻ്റെ രക്ഷ അനുഭവിക്കുവാൻ ഈശോ നമുക്കായി ഒരുക്കിയ നിമിഷങ്ങളായിരുന്നതല്ല. ഈശോ ഈ നിമിഷങ്ങളിൽ എൻ്റെ കൂടെ ആയിരുന്നു നിന്നെ ആരാധിക്കാൻ നീ ഞങ്ങളെ ക്ഷണിച്ചതിനും വേർതിരിച്ചതിനൊക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. ഏതാനും നിമിഷം നിന്നോട് ചേർന്നിരിക്കാൻ നീ ഞങ്ങൾ കൃപ തന്നല്ലോ. ഈ നിമിഷം മക്കളെ, നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താവോ? ഏതെല്ലാം വിഷയങ്ങളുടെ മേലാണോ കർത്താവിൻ്റെ കരുണ വെളിപ്പെടേണ്ടത്, ഈശോയുടെ ആശീർവാദം ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ വിഷയത്തെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കുന്നിട്ട് പറയും, ഈശോയെ, ഈ വിഷയത്തിൻ്റെ മേൽ നിൻ്റെ ആശീർവാദം ഞങ്ങൾ യാചിക്കുന്നു. ഈ ദിവസക്കാലം കർത്താവെ, നിൻ്റെ ഈ ആശീർവാദം കൊണ്ട് ഞങ്ങളുടെ ഈ വിഷയത്തിൻ്റെ മേൽ അത്ഭുതകരമായ ദൈവിക ഇടപെടലുണ്ടാകട്ടെ. ദാനിയേലിനെ സിംഹക്കുഴിയുടെ നടുവിൽ കർത്താവ് പരിപാലിച്ചില്ലേ? അതിന്റെ നടുവിലും കർത്താവ് ദാനിയേലിനെ സംരക്ഷിച്ചില്ലേ? ഈ ദിവസക്കാലം നീ അനുഭവിക്കാൻ പോകുന്ന ജീവിതത്തിന്റെ സകല സിംഹക്കുഴിയുടെ നടുവിലും നിന്നെ പരിപാലിക്കാൻ, വഴി നടത്താൻ ഈ കർത്താവിന് പറ്റും. അതുകൊണ്ട് ഈശോയെ, നീ എന്നെ ആശീർവദിക്കണമേ. എനിക്കറിയില്ല എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ദിവസക്കാലം എൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്നതെന്ന്, എന്തെല്ലാം പ്രതിസന്ധികളാണ് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ, എൻ്റെ കുടുംബത്തിൻ്റെ മേൽ ആഞ്ഞടിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ഈശോയെ, എല്ലാ വിഷയങ്ങളുടെ മേലും നിന്റെ സംരക്ഷണം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് എല്ലാ മക്കളും താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.